പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അങ്ങേ ആലയത്തിൽ അങ്ങേ കാലിനെ ഞങ്ങൾ സ്വീകരിച്ചു. ദൈവമേ, അങ്ങേ നാമം എന്നതുപോലെ അങ്ങേ സ്തുതികളും ഭൂമിയുടെ അതിരുകളോടും എത്തുന്നു. അങ്ങേ വലത്ത് കൈ നീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ പരിശുദ്ധ ബലിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ കർത്താവിന്റെ ദിവസം നമുക്ക് പ്രവേശിക്കാം. ഈ ദിവ്യാഗത്തിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകം മുഴുവനും കർത്താവിന്റെ സ്നേഹത്താൽ പൊതിയപ്പെടട്ടെ. കോവിഡ് രോഗബാധിതരായ എല്ലാ മക്കളെയും കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം സൗഖ്യപ്പെടുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈ ബലിയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. ഈ ദിവ്യാഗമേധായം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ ഏറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ എന്റെ കന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Karnavasi
ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിയമനം പുത്രന്റെ താഴ്മയാലല്ല സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കേണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയാശാലിയുമാണ്. അവൻ വിനയാനിതയായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയും വിച്ഛേദിക്കും. പടവിന് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനം വരണം. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. കർത്താവിന്റെ
വചനം. ദൈവത്തിന് നന്ദി. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ ദൈവവും രാജാവുമായ അങ്ങേ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനന്തരം ഞാൻ അങ്ങേ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് കൃപാലവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: പ്രിയ സഹോദരരെ, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തൃ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവ്വം എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ മനസ്സാകുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിന്റെ സുവിശേഷം. സഹോദരി സഹോദരന്മാരെ, കഥാവ് വളരെ ആശ്വാസപ്രദമായ വാക്കുകളാണ് എന്ന് നമ്മളോട് പറയുന്നത്. നമ്മളെ സ്നേഹപൂർവ്വം തൻ്റെ സന്നിധിയിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാണെന്ന് അവിടുന്ന് അറിയുന്നു. അതുകൊണ്ട് അവിടുത്തെ വിശ്രമത്തിലേക്കുള്ള ക്ഷണമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അതായത് ഹെബ്രായരുടെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്:
ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഈ അധ്വാനമൊക്കെ ചെയ്യുന്നത് എന്ന്. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ കൃപയാണ് അധ്വാനിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യം നമ്മളിൽ നിറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ലഭിക്കും. അതൊരു വലിയ ദൈവാനുഭൂതിയാണ്, ദൈവാനുഭവമാണ്. അതിനാണ് നമ്മൾ സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, അങ്ങയുടെ വിശ്രമത്തിലേക്ക്, അതായത് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് അധ്വാനമായിട്ട് തോന്നാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. കർത്താവിനോട് ചേർന്ന്, അതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് ശേഖരിക്കാൻ, അവനോട് ചേർന്ന് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് നമുക്ക് ഓർക്കാം. പുറപ്പാടിന്റെ ഗ്രന്ഥം 14-ാം അധ്യായം 14 മോശയിലൂടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊടുക്കും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊടുക്കും. അങ്ങനെ ശാന്തരായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്ക് തന്നെ യുദ്ധം ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം. കർത്താവ് പറയുകയാണ്, നീ എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ദാവീദ് രാജാവിനോട് പറയപ്പെട്ടതായിട്ട് പറയുന്നു 110-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോൾ നീ എന്റെ വലത്തു വശത്ത് ഇരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോൾ നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ കിടന്ന് കുതറണ്ട, ബഹളമുണ്ടാക്കേണ്ട, അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എന്നാണ് വചനം വീണ്ടും സങ്കീർത്തനങ്ങളിലൂടെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. പ്രിയമുള്ളവരെ, ഈ ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കിത് മനസ്സിലാക്കാം. അങ്ങനെ തമ്പുരാനോട് കൂടെ ഈ കാലഘട്ടം നമുക്ക് ചെലവഴിക്കാം. ഇപ്പോൾ നമ്മൾ കുറേ കാലമായി അടച്ചിടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുക്കാനുള്ള കാലഘട്ടമാണ്. ഇങ്ങനെ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ഒരു സമയമായിട്ട് ദൈവം അനുവദിച്ചു തന്ന കാലഘട്ടമായിട്ട് നമുക്കിതിനെ എണ്ണി പഠിക്കാം. അങ്ങനെ അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. ഓർക്കുക, പണ്ട് ഏലിയാ പ്രവാചകൻ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായത്തിലാണ് അവൻ ഹൊറേബ് മലയിൽ ചെന്ന് കർത്താവിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു മൃദുമന്ത്രണത്തില് ദൈവത്തിന്റെ സ്വരം അവൻ കേട്ടു. നമുക്ക് ഈ കാലയളവിൽ ഈ ഏലിയാ പ്രവാചകന്റെ ദൈവാനുഭവത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കർത്താവിന്റെ കൂടെ സമയം ചിലവഴിക്കുന്ന കുറച്ച് ക്വാളിറ്റി ടൈം, ഗുണമേന്മയുള്ള സമയം ഈ 24 മണിക്കൂറിൽ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകട്ടെ. അങ്ങനെ കർത്താവിനെ രുചിച്ചറിയുന്ന മക്കളായി നമ്മൾ പരമപ്പെടട്ടെ. ടേസ്റ്റ് ആൻഡ് സീ, രുചിച്ചറിയൂ കർത്താവ് എത്ര നല്ലവനാണെന്ന് സങ്കീർത്തനം 34 നമ്മൾ വായിക്കുകയാണ്. ആ ഒരു രുചിയുടെ, കർത്താവിനെ രുചിച്ചറിഞ്ഞ് മറ്റെല്ലാ രുചികളും അരുചികളായി തോന്നുന്ന ഒരനുഭവത്തിലേക്ക് പൗലോസ് പറയുന്ന പോലെ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: എന്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം. എന്തൊരു വചനമാണത്! എന്റെ കർത്താവിനെ എന്റെ ഓൺ ചെയ്ത് സ്വന്തമാക്കി പറയാം. എന്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ, ഇത് ഭയങ്കര വിലയാണ്, ഇതിനേക്കാളും വില, മറ്റെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു. എന്റെ സ്ഥാനമാനം, എന്റെ വിദ്യാഭ്യാസം, എന്റെ പണം, എന്റെ സമ്പാദ്യം, ഞാൻ ആയിരിക്കുന്നത്, എന്റെ മഹത്വം, അതൊക്കെ ഉപ്പയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എന്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞു, ഞാൻ അവനെ രുചിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം, ഈ സ്വസ്ഥതയുടെ, ശരിയായ സ്വസ്ഥതയിലേക്കുള്ള കാലഘട്ടം കർത്താവ് നമുക്ക് ഒരുക്കി തന്നത് പോലും അവനെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അവനിലേക്ക് അടുക്കാനാണ്. ആ വലിയ കൃപ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കണം.
നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിലേക്ക് ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനുമായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരെ സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയുടെ ശരീരം ധരിച്ചു മനുഷ്യനായി തീർന്നു. പൗന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിസ്തരിക്കുന്നതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പിതാവിനും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ പറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയാഭിലാഷമല്ല കർത്തൃസന്നിധിയിൽ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. നമ്മൾ ലോകം മുഴുവനെയും സാംക്രമിക രോഗബാധയിൽ നിന്ന് വിമുക്തമാക്കണമേ എന്ന് കർത്താവിനോട് ഇവയോടെ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവിനെയും സഭയെ നയിക്കുവാനുള്ള നിയുക്തരാക്കിയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സമൃദ്ധി സമസ്ത മേഖലകളിലും നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ കർത്താവിന്റെ സ്വസ്ഥതയിലേക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. മാതാപിതാക്കളെയും ജീവിതത്തിലെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയമങ്ങളും കർത്താവിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിനോടുകൂടെ
ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴുകി ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനെ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കാനിടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പനെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴങ്ങളിൽ പാനപാത്രമെടുത്ത്
വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഈ തുണികൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവുമായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും സ്തുതിക്കുകയും ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നിന്നാമം പൂജിതമായിടേണം, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാരിയുമായിടേണം, നിന്നുള്ള ക്ഷമിക്കുമ്പോൾ
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, സത്യമായ ദിവ്യ കൂദാശയിൽ നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാംഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ.
പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു.